കൈയുടെ എൻഡ്യൂറൻസും അതുപോലെ തന്നെ സ്ട്രെങ്തും ഒരു 30 സെക്കൻഡിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ പെട്ടെന്ന് വാ, ഇന്നത്തെ ടെസ്റ്റിന്റെ പേരാണ് ഹാൻഡ് ഗ്രിപ്പ് എൻഡ്യൂറൻസ് ടെസ്റ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ടേക്ക് എ ടവൽ, ദെൻ ഫോൾഡ് ചെയ്യുക, ദെൻ ഹോൾഡ് ഇറ്റ് ഓവർ ദ ഹാൻഡ്. ഓക്കെ, ഇതുപോലെ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് അതിനെ സ്ക്യൂസ് ചെയ്യുക. മാക്സിമം എത്രത്തോളം ശക്തി ഇതിനകത്ത് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം സ്ക്യൂസ് ചെയ്യുക. ആൻഡ് ഹോൾഡ് ഇറ്റ് ഫോർ 20 to 30 seconds. It is a simple screening test for the assessment of overall physical fitness. And നമ്മുടെ ഈ ഹാൻഡ് ഗ്രിപ്പ് സ്ട്രെങ്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ മസിലിൻ്റെ പവർ അതുപോലെ തന്നെ എൻഡ്യൂറൻസ്. ഇനി അഥവാ ഹാൻഡ് ഗ്രിപ്പ് സ്ട്രെങ്ത് കുറവാണെങ്കിൽ അത് വീക്ക്നെസ്, പുവർ ന്യൂട്രീഷൻ, ഇൽനെസ്, ഫെറ്റീഗ് ഇതൊക്കെയാണ് കാണിക്കുന്നത്. ഇനി ബെനിഫിറ്റ്, it can be applicable to all the age group and also easy to assess the endurance, easy to assess the strength, and we can able to find out the weakness in early stage. Ayurvedic correlation ഈ ഒരു പ്രോപ്പർട്ടിക്ക് കാരണം കഫദോഷമാണ്. അതായത് കഫം, ബലം, ശ്ലേഷ്മ, സ്ഥിരത്വ, സ്നിഗ്ധത്വ, സന്ധിബന്ധ, ക്ഷമാതുഭിഹി. നമുക്ക് സ്ട്രെങ്ത്, ലൂബ്രിക്കേഷൻ അതുപോലെ തന്നെ സ്നിഗ്ധത ഇതെല്ലാം തരുന്നത് കഫദോഷമാണ്. അപ്പോൾ ഈ ഒരു നമുക്ക് വേഗം പോയി ചെക്ക് ചെയ്തോ നിങ്ങളുടെ ഹാൻഡ് ഗ്രിപ്പ് സ്ട്രെങ്ത് കുറവാണോ കൂടുതലാണോ എന്ന്. ഇതിന് വെറും ഒരു 20 to 30 seconds അല്ലേ ആവുള്ളൂ. അപ്പോൾ if you want more information follow me.